Hi students, welcome to Beauty of Maths. ഫാക്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തിയറമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്, കാര്യമായിട്ട് മനസ്സിലാക്കിക്കോണം. ഇതിനകത്ത് പറയുന്ന പ്രൂഫിൽ ഒരു കാര്യങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാര്യം ഇതിനകത്ത് മുൻപ് പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു നല്ല കണക്ഷൻ വരുന്നുണ്ട്. കണക്ട് ചെയ്താണ് ഈ തിയറത്തിൻ്റെ പ്രൂഫുകൾ പറഞ്ഞു പോകുന്നത്. അന്നേരം ആ ഒരു കണക്ഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പ്രൂഫ് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ വേണം നിങ്ങൾ ഈ ഒരു തിയറം മനസ്സിലാക്കാനായിട്ട്. ഇത് എക്സാമിനേഷൻ എസ്സേ പാർട്ടിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു തിയറമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. കോഷീസ് തിയറം ഫോർ അബീലിയൻ ഗ്രൂപ്പ്സ്. സ്റ്റേറ്റ്മെൻറ്റ്: ലെറ്റ് G be a finite abelian group and let P be a prime that divides the order of G. Then G has an element of order P. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പാണ്. ലെറ്റ് പി ബി എ പ്രൈം ദാറ്റ് ഡിവൈഡ്സ് ദി ഓർഡർ ഓഫ് ജി. അന്നേരം ജി എന്ന് പറയുന്ന ഒരു അബീലിയൻ ഗ്രൂപ്പ് നമ്മളതിലുണ്ട്. ആ അബീലിയൻ ഗ്രൂപ്പിൻ്റെ ഓർഡറിന് ഒരു പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ കൊണ്ട് ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രൈം നമ്പർ ഓർഡർ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിലുണ്ടായിരിക്കും. ഏത് പ്രൈം നമ്പർ കൊണ്ടാണോ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ആ പ്രൈം നമ്പർ ഓർഡർ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഈ ഗ്രൂപ്പിന് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും. ഇതാണ് കോഷീസ് തിയറം പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ പ്രൂവ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് +1 തലത്തിലാണ് ഉപയോഗിക്കുന്നത്. ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. P of n എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പറിനും ട്രൂ ആണെന്ന് തെളിയിക്കണം. അതായത് 1, 2, 3 എക്സെട്ര അപ് ടു n-1, n. ഓക്കെ, ഈ 1 തൊട്ട് n വരെയുള്ള എല്ലാ നാച്ചുറൽ നമ്പരും ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് തെളിയിക്കണം. അന്നേരം ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ബേസിസ് സ്റ്റെപ്പ് എന്ന് പറയും. അതായത് ആദ്യത്തെ വാല്യൂ 1 ആണ്. ആ 1ന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് P of 1 ട്രൂ ആണ് എന്ന് തെളിയിക്കണം. n 1 ആകുമ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ സ്റ്റെപ്പ്. അതായത് ഈ 1ന് ഇപ്പോൾ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഈ 2 തൊട്ട് n വരെയുള്ള എല്ലാ നമ്പറിനും ട്രൂ ആണെന്ന് തെളിയിക്കാനായിട്ട് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. ഓക്കെ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. അതിനാണ് നമ്മൾ K എന്ന് വിളിക്കും. ആർബിട്രറി നമ്പർ K എന്ന് വിളിക്കുന്നു. അതായത് ഏതോ ഒരു കേയ്ക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഏതോ ഒരു K എന്ന് പറയുന്ന നമ്പറിന് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അത് അസംഷനാണ്. ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ Kയുടെ തൊട്ടടുത്ത നമ്പറായ K+1 അതിനും റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പറിനും ട്രൂ ആണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പൊതുവെ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അത് വീക്ക് വേർഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, പോരായ്മകളുണ്ട് ഒരുപാട്. ഓക്കെ, അന്നേരം ഇതൊരു വീക്ക് വേർഷനാണ്. അതാണ് നമ്മൾ സാധാരണഗതിയിൽ മുൻ വർഷങ്ങൾ മീൻസ് നിങ്ങൾ +1 +2 തലങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള PMI. ഇനി ഇതിന് രണ്ടാമതൊരു വേർഷൻ കൂടിയുണ്ട്, സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതിനാണ് സ്ട്രോങ് വേർഷൻ എന്ന് പറയാം. കുറച്ചും കൂടെ സ്ട്രോങ്ങറാണ് കണ്ടീഷൻ. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും വ്യത്യാസമില്ല. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾ P of n ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പറിനും ട്രൂ ആണെന്ന് തെളിയിക്കണം. അതായത് 1, 2, 3 എക്സെട്ര അപ് ടു n-1, n. ഇതിനെല്ലാം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിന് ആദ്യം ബേസിസ് സ്റ്റെപ്പ്, അത് ഫസ്റ്റ് വാല്യൂ 1 ആണ്, 1ന് ട്രൂ ആണെന്ന് തെളിയിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ സ്റ്റെപ്പാണ്. അതായത് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു K എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു. ഓക്കെ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു K എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു. ഓക്കെ, ഈ 1 മുതൽ ആ K എന്ന് പറയുന്ന നമ്പർ വരെയും ഈ റിസൾട്ട് ട്രൂ ആണ്. ഇതാണ് വ്യത്യാസം. തൊട്ട് മുമ്പത്തെ വീക്ക് വേർഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ആ നമ്പറിന് മാത്രം ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു.
പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 1 മുതൽ ആ നമ്പർ വരെയുള്ള എല്ലാ നമ്പറിനും 1 മുതൽ ആ നമ്പർ വരെയുള്ള 1 മുതൽ ആ നമ്പർ വരെയുള്ള എല്ലാ നമ്പറിനും ഈ തന്നിരിക്കുന്ന റിസൾട്ട് ട്രൂ ആണ്. ഓക്കെ, ഈ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിനേക്കാൾ ചെറിയ ഒരു നമ്പർ എന്നാണ് മീനിങ്. ഓക്കെ, എന്നിനേക്കാൾ ചെറിയൊരു നമ്പർ, അതായത് n-1 വരെയും ആകാം. ഓക്കെ, അന്നേരം സെക്കൻഡ് സ്റ്റെപ്പ് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ 1 ട്രൂ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അത് ഇപ്പം കെ എന്ന് പറയുന്ന നമ്പർ ഇതിനിടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, എന്നേക്കാൾ ചെറിയൊരു കെ എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിനല്ല ട്രൂ എന്ന് പറയുന്നത്, ആ നമ്പർ വരെയും റിസൾട്ട് ട്രൂ ആണ്. ഓക്കെ, അതായത് P(1) ട്രൂ ആണ്, P(2) ട്രൂ ആണ്, P(3) ട്രൂ ആണ്, എക്സെട്ര Pk വരെയും ട്രൂ ആണ്. അങ്ങനെയെങ്കിൽ Pk+1 കൂടി ട്രൂ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പറും ട്രൂ ആണെന്ന് നമുക്ക് പറയാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ട്രോങ് വെർഷൻ സെക്കൻഡ് പ്രിൻസിപ്പിളിനെ ഇങ്ങനെയും പറയാം. ഇപ്പോൾ P(n) എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളതിലുണ്ട്. എല്ലാ നാച്ചുറൽ നമ്പറിനും നമുക്ക് ട്രൂ ആണെന്ന് തെളിയിക്കണം. അതായത് 1, 2, 3 എക്സെട്ര അപ് ടു n-1 ഇൻറ്റു n വരെയും ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 തൊട്ട് n-1 വരെയുള്ള, ഓക്കെ, ഇപ്പോൾ കെ എന്ന് പറയുന്ന ഒരു നമ്പർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കെ എന്ന് പറയുന്ന നമ്പർ എന്നേക്കാൾ ചെറിയൊരു നമ്പർ എന്നാണ്, അത് n-1 വരെയും ആകാം, അതാണ് അതിനർത്ഥം. ഓക്കെ, അതിന് നമുക്ക് ഇങ്ങനെയും നിർവചിക്കാം. അതായത് 1 ട്രൂ ആണെന്ന് തെളിയിച്ചു, എന്നിട്ട് n തൊട്ട് മുമ്പുള്ള എല്ലാ നമ്പറും ഉണ്ടല്ലോ, 2 തൊട്ട് n-1 വരെയുള്ള നമ്പർ, ഈ എല്ലാ നമ്പറിനും ഈ തന്നിരിക്കുന്ന റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് n കൂടി റിസൾട്ട് ട്രൂ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പറിനും ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അന്നേരം ഈ ഒരു സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അറിയണം. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നമുക്കന്നേരം വി പ്രൂവ് ദ തിയറം ബൈ യൂസിങ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, അതായത് സ്ട്രോങ് വെർഷൻ. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് P(n), അതായത് തന്നിരിക്കുന്ന ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അതിനകത്ത് ഇങ്ങനെ എടുക്കുന്നു. ജി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പാണ്. അതിൻ്റെ ഓർഡർ n എന്നെടുക്കുന്നു. വെയർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് P ബി എ പ്രൈം ദാറ്റ് ഡിവൈഡ്സ് n. P എന്ന് പറയുന്നത് n-നെ ഡിവൈഡ് ചെയ്യുന്നത്, അതായത് ഗ്രൂപ്പിൻ്റെ ഓർഡറാണ് n. ആ n-നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രൈം ഉണ്ട്, P ഉണ്ട്. ഓക്കെ, P എന്ന് പറയുന്നൊരു പ്രൈം നമ്പറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജിക്ക് ആ P എന്ന് പറയുന്ന പ്രൈം നമ്പർ ഓർഡറായിട്ടുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടായിരിക്കും എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇവിടെ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എടുക്കാനുള്ള കാര്യം, 2 തൊട്ടെടുത്താൽ മതി, 1 എടുക്കേണ്ട കാര്യമില്ല. 1 എടുത്ത് ട്രിവിയൽ കേസാണ് 1 എന്ന് പറയുന്നത്, ഗ്രൂപ്പിൽ ഒരേ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാര്യം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അവിടെ പ്രസക്തിയില്ല. അന്നേരം കാര്യം പ്രൈം ഡിവൈഡ് ചെയ്യണമെന്ന ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ പ്രൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണല്ലോ കണ്ടീഷൻ. ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ 1 ആണെങ്കിൽ 1-നെ പ്രൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് അവിടെ അങ്ങനത്തെ കേസ് എടുക്കേണ്ട ആവശ്യമില്ല. n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 തൊട്ട് എടുത്താൽ മതിയാകും. ഓക്കെ, അന്നേരം n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 തൊട്ട് ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും, ഓക്കെ, ഗ്രൂപ്പിൻ്റെ ഓർഡറാണ് n എന്ന് പറയുന്നത്, അന്നേരം ഈ n 2 തൊട്ട് ഏത് നമ്പർ വേണമെങ്കിലും ആകാം. ഗ്രൂപ്പിൻ്റെ ഓർഡർ 2 ആകാം, 3 ആകാം, 4 ആകാം. അങ്ങനെ ഏത് ഗ്രൂപ്പിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാലും ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ, ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ, ഈ പ്രൈം നമ്പർ ഓർഡറായിട്ടുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ട്. ഓക്കെ, പ്രൈം നമ്പർ ഓർഡറായിട്ട് വരുന്ന ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ട് എന്നാണ് തെളിയിക്കാനുള്ളത്. അന്നേരം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ n-ൻ്റെ വാല്യൂ എവിടെ തൊട്ടാണ്? 2, 3, 4 എക്സെട്ര അപ് ടു n വരെയാണ്. ഓക്കെ, 2, 3, 4 എക്സെട്ര അപ് ടു n വരെയാണ്. അന്നേരം ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ്, 3 സ്റ്റെപ്പായിട്ടാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ തെളിയിക്കുന്നത്. ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പ്, ഫസ്റ്റ് വാല്യൂവിന് നമ്മൾ ട്രൂ ആണെന്ന് തെളിയിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ സ്റ്റെപ്പ്, അതായത് 3 തൊട്ട് n-1 വരെയുള്ള എല്ലാ നമ്പറിനും ഈ റിസൾട്ട് ട്രൂ ആണ്, P(n) എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. ലാസ്റ്റ് n-നും ട്രൂ ആണെന്ന് തെളിയിക്കുന്നു. ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം ആദ്യം n-ൻ്റെ വാല്യൂ 2 എന്ന് എടുക്കുന്നു. ഓക്കെ, n-ൻ്റെ വാല്യൂ 2. n-ൻ്റെ വാല്യൂ 2 എന്ന് വെച്ചാൽ n എന്ന് വെച്ചാൽ എന്താണ്? n എന്ന് വെച്ചാൽ ഗ്രൂപ്പിൻ്റെ ഓർഡറാണ്. അന്നേരം ഇഫ് n2 ബേസിക് സ്റ്റെപ്പാണ്, n2 ആകുമ്പോൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ 2 ആണെന്നാണ്. 2 ഒരു പ്രൈം നമ്പർ അല്ലേ? അങ്ങനെയെങ്കിൽ ജി എന്ന് പറയുന്നത് മസ്റ്റായിട്ടും സൈക്ലിക് ആയിരിക്കും. കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ് സൈക്ലിക്.
ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ പ്രൈം നമ്പർ ആണെങ്കിൽ ആ ഗ്രൂപ്പ് മസ്റ്റായിട്ടും സൈക്ലിക് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ 2 ആണ്. 2 ഒരു പ്രൈം നമ്പറാണ്, അതുകൊണ്ട് ജി സൈക്ലിക്കാണ്. ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ അതിന് മസ്റ്റായിട്ടും ഒരു ജനറേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഓർഡറും ജനറേറ്ററിൻ്റെ ഓർഡറും എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ. കാര്യം ജനറേറ്റർ എന്ന് വെച്ചാൽ ആ ഹോൾ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യുന്നത്, ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റിനെയും ആ ഒരു സിംഗിൾ എലമെൻറ്റ് വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഗ്രൂപ്പിൻ്റെ ഓർഡറും ജനറേറ്ററിൻ്റെ ഓർഡറും എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, ജി സൈക്ലിക് ആയതുകൊണ്ട് അതിനൊരു ജനറേറ്റർ ഉണ്ട്. ഓക്കെ, ആ ജനറേറ്ററിനെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? കാര്യം ഇവിടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ 2 ആണ്. 2 ആകുമ്പോൾ 2 എലമെൻറ്റേ ഉള്ളൂ. ഒരു എലമെൻറ്റ് എന്തായാലും ഐഡൻറ്റിറ്റി ആണെന്നറിയാം, മറ്റൊരു എലമെൻറ്റ് നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റാണ്. ഒരിക്കലും ഗ്രൂപ്പിൻ്റെ ജനറേറ്റർ ഐഡൻറ്റിറ്റി ആകില്ല. ഐഡൻറ്റിറ്റി ആകുന്ന ഒരേ ഒരു കേസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പിൻ്റെ ഓർഡർ 1 ആകുമ്പോഴാണ്. അത് ഐഡൻറ്റിറ്റി മാത്രമുള്ള ഗ്രൂപ്പിലാണ് ഐഡൻറ്റിറ്റി ജനറേറ്റർ ആകുന്നത്. അല്ലാത്ത കേസിൽ ഒരിക്കലും ഐഡൻറ്റിറ്റി ജനറേറ്റർ ആകില്ല. ഇവിടെ 2 എലമെൻറ്റാണുള്ളത്, ഒന്ന് ഐഡൻറ്റിറ്റിയും ഒന്ന് നോൺ ഐഡൻറ്റിറ്റിയും. അന്നേരം എന്തായാലും നോൺ ഐഡൻറ്റിറ്റി എലമെൻറ്റായ ആ എലമെൻറ്റ് ഇവിടെ ജനറേറ്റർ ആകുകയുള്ളൂ. ഇവിടെ ഒന്ന് ഐഡൻറ്റിറ്റിയും നോൺ ഐഡൻറ്റിറ്റി ഞാൻ എ എന്നെടുത്തു, അങ്ങനെ എ ആയിരിക്കും മസ്റ്റായിട്ടും ജനറേറ്റർ ആകുക. ഓക്കെ, അന്നേരം ഗ്രൂപ്പിൻ്റെ ജനറേറ്റർ എ ആണെന്ന് കിട്ടി. ആകെ 2 എലമെൻറ്റാണ് ഇയും എയും. ഓക്കെ, നമുക്കറിയാം ഗ്രൂപ്പിൻ്റെ ഓർഡർ 2 ആണെങ്കിൽ ജനറേറ്ററിൻ്റെ ഓർഡറും 2 ആയിരിക്കും. അതായത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ, അതിൻ്റെ ഓർഡറും എന്തായാലും 2 ആയിരിക്കും. ഓക്കെ, അന്നേരം ജനറേറ്റർ ബ്രാക്കറ്റ് എ, അതായത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എയുടെ ഓർഡർ 2 ആണെങ്കിൽ എയുടെ ഓർഡറും 2 ആയിരിക്കും. എന്താ കാര്യം? നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലൊരു എലമെൻറ്റ്, ആ എലമെൻറ്റിൻ്റെ ഓർഡറും ആ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറും എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. നാളെ റിസൾട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എലമെൻറ്റിൻ്റെ ഓർഡറും ആ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറും എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. നമുക്കിവിടെ നാളെ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 ആണ്. അങ്ങനെയിൽ ആ എലമെൻറ്റിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ n=2 എന്ന് പറയുന്ന കേസിൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കിട്ടി. എങ്ങനെയാണ് കിട്ടിയെന്നറിയോ? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു. അതായത് ജിയുടെ ഓർഡർ n ആണ്. ഓക്കെ, ആ എന്നിനെ ഡിവൈഡ് ചെയ്യുന്നൊരു പ്രൈം നമ്പർ ഉണ്ട് എങ്കിൽ ആ പ്രൈം ഓർഡറായിട്ട് വരുന്ന ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ട് എന്നാണ് തെളിയിക്കാനുള്ളത്. ഇവിടെ നമ്മൾ എന്നിന് വരെ എന്താ എടുത്താൽ 2 എന്നാ എടുത്താൽ. ഓക്കെ, എന്നിന് വരെ 2 എന്നാ എടുത്താൽ. ഈ 2നെ ഡിവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ ഉണ്ടോ? ഉണ്ട്. 2നെ ഡിവൈഡ് ചെയ്യുന്ന ഒരേ ഒരു പ്രൈം 2 തന്നെയാണ്. ഓക്കെ, അന്നേരം 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അന്നേരം പിയുടെ വാല്യൂ 2 ആയിട്ടാണ് എടുത്തത്. അങ്ങനെയെങ്കിൽ ആ പി ഓർഡറായിട്ട് വരുന്ന, അതായത് 2 ഓർഡറായിട്ട് വരുന്ന ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടെന്ന് തെളിയിക്കണം. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയാണ്ട് 2 ഓർഡറായിട്ടുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടെന്ന് കിട്ടി. കാര്യം ജിയിൽ എലമെൻറ്റാണ്, എയുടെ ഓർഡർ 2 എന്ന് കിട്ടി. അതായത് പ്രൈം ഓർഡറുള്ള ഒരു എലമെൻറ്റ്, ജി ഹാസ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ 2 ഓർഡറുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടെന്ന് കിട്ടി. സോ പി ഓഫ് n ഈസ് ട്രൂ ഫോർ n=2. n=2ന് റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി, സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഇൻഡക്ഷൻ സ്റ്റെപ്പ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് തെളിയിക്കാനുള്ളത് 2, 3, 4 എക്സെട്ര അപ് ടു n-1 n ഈ വാല്യൂസിനാണ് ട്രൂ ആണെന്ന് തെളിയിക്കാനുള്ളത്. ഇപ്പോൾ 2ന് ട്രൂ ആണെന്ന് കിട്ടി. ഇൻഡക്ഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്നിന് തൊട്ട് മുമ്പുള്ള എല്ലാ നമ്പറിനും ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്നാണ് അസംഷൻ. ഓക്കെ, ട്രൂ ആണ്, അത് ഫിക്സഡ് ആണ്. ഓക്കെ, എന്നിട്ട് എന്നിന് കൂടി നമുക്ക് തെളിയിച്ചാൽ മതി. അന്നേരം ഇൻഡക്ഷൻ സ്റ്റെപ്പ് പ്രകാരം നമുക്കിങ്ങനെ എടുക്കാം. അസ്യൂം ദാറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ അബീലിയൻ ഗ്രൂപ്പ്സ് ഹൂസ് ഓർഡർ ഈസ് ലെസ് ദാൻ n. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. എപ്പോഴാണ് ട്രൂ? ഫോർ ഓൾ അബീലിയൻ ഗ്രൂപ്പ്സ്, എല്ലാ അബീലിയൻ ഗ്രൂപ്പിനും ട്രൂ ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബീലിയൻ ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടാണ് വീണ്ടും അബീലിയൻ എന്ന് പറയാത്തത്. ഓക്കെ, അന്നേരം ജി ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. ആ അബീലിയൻ ഗ്രൂപ്പിൻ്റെ ഓർഡർ 2 ആയപ്പോൾ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി എന്നിനേക്കാൾ ചെറിയ ഏത് ഓർഡറുള്ള, അതായത് 3 ആയാലും 4 ആയാലും എക്സെട്ര അപ് ടു n-1 വരെയുള്ള ഓർഡർ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ അബീലിയൻ ഗ്രൂപ്പ്സ് ഹൂസ് ഓർഡർ ഈസ് ലെസ് ദാൻ n. എന്നിനേക്കാൾ ചെറിയ ഏത് ഓർഡർ ഗ്രൂപ്പിനായാലും, ഏത് ഓർഡർ വന്നാലും, ഓക്കെ, എന്നിനേക്കാൾ ചെറിയ ഏതൊരു ഓർഡറാണ് ഗ്രൂപ്പിനുള്ളതെങ്കിലും ഈ റിസൾട്ട് ട്രൂ തന്നെയാണ്. ദാറ്റ് മീൻസ് എന്നിനേക്കാൾ ചെറിയ ഏത് ഓർഡറുള്ള അബീലിയൻ ഗ്രൂപ്പിനെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ ആ പ്രൈം നമ്പർ ഓർഡർ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിന് എന്തായാലും ഉണ്ട്.
അതാണ് നമ്മളുടെ കണ്ടീഷൻ. അത് ഫിക്സഡ് ആണ്, അത് അസംഷനാണ്. ഓക്കെ, അതവിടെ ട്രൂ ആണ്. ഓക്കെ, അതവിടെ ട്രൂ ആണ്. അത് ഈ കേസുകളിലെല്ലാം എന്നിൻ്റെ ഗ്രൂപ്പിൻ്റെ ഓർഡർ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ എന്നിന് തൊട്ട് മുമ്പുള്ള ഏത് എലമെൻറ്റ് ഗ്രൂപ്പിന് ഓർഡറായി വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നർത്ഥം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണത്. സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ ഓൾ കെ ലെസ് ദാൻ എൻ. എന്നേക്കാൾ ചെറിയ ഏതൊരു കെ എടുത്തു കഴിഞ്ഞാലും ആ കെയ്ക്കെല്ലാം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓക്കെ, ഇനി സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് എന്നിന് ട്രൂ ആണെന്ന് തെളിയിക്കണം. വി വിൽ ഷോ ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ. ഓക്കെ, എന്നിന് ട്രൂ ആണെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ഓർഡർ എൻ ആണെങ്കിൽ, ഓക്കെ, നമുക്ക് തെളിയിക്കാനുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഗ്രൂപ്പിൻ്റെ ഓർഡർ എൻ ആണ്. ഈ എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന പി എന്ന് പറയുന്നൊരു നമ്പറുണ്ട്. പി എന്ന് പറയുന്ന നമ്പർ, അവിടെ വേറെ ഏതെങ്കിലും നമ്പറായിട്ട് കാര്യമില്ല. ഓക്കെ, പി എന്ന് പറയുന്ന ഒരു നമ്പർ എന്നിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ പി ഓർഡറുള്ള ഒരു എലമെൻറ്റ് ഈ ഗ്രൂപ്പിനുണ്ട് എന്ന് തെളിയിക്കണം. ഇതാണ് നമ്മുടെ ജോലി. ഓക്കെ, അന്നേരം ഗ്രൂപ്പിൻ്റെ ഓർഡർ എൻ ആണ്. ആ എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന പി എന്ന് പറയുന്ന നമ്പറുണ്ട്. അതിൽ പി എന്ന് പറയുന്ന നമ്പർ ഓർഡറായിട്ട് വരുന്ന ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടെന്ന് തെളിയിക്കണം. അന്നേരം ആദ്യം നമുക്ക് പി എന്ന് പറയുന്നൊരു പ്രൈം നമ്പർ ഓർഡറായിട്ട് വരുന്ന ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടെന്ന് ഡയറക്റ്റ് നമുക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഈ ഗ്രൂപ്പിന് ഓർഡർ എന്നുള്ള ഈ ഗ്രൂപ്പിന് ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ ഓർഡറായിട്ടുള്ള എലമെൻ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ ഓർഡറായിട്ടുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ അന്വേഷണം. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടുപിടിക്കും. ഫസ്റ്റ് പ്രൂവ് ജി ഹാസ് ആൻ എലമെൻറ്റ് ഓഫ് പ്രൈം ഓർഡർ. പ്രൈം ഓർഡറുള്ള ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഗ്രൂപ്പിൽ നിന്നൊരു എലമെൻ്റ് എടുത്ത് എക്സ്. അത് ഐഡൻറ്റിറ്റി അല്ലാത്തൊരു എലമെൻ്റാണ്. ഓക്കെ, ഐഡൻറ്റിറ്റി അല്ലാത്തൊരു എലമെൻ്റാണ്. അങ്ങനെ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി അല്ലാത്ത എലമെൻ്റ് ആണെങ്കിൽ ഓർഡർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമല്ലോ. ഐഡൻറ്റിറ്റി ഓർഡർ 1 ആണ്. ഐഡൻറ്റിറ്റി അല്ലാത്ത എലമെൻ്റ് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, അതിനെ ഞാൻ എം എന്ന് വിളിച്ചു. എം ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, നമുക്ക് തെളിയിക്കാനുള്ളത് ഗ്രൂപ്പിൽ ഒരു എലമെൻറ്റ് പ്രൈം ഓർഡറുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അന്നേരം ഇപ്പോൾ നമ്മൾ എടുത്തിരുന്ന എലമെൻറ്റ് എക്സ് എന്നാണ്, അതിൻ്റെ ഓർഡർ എം എന്നാണ് എടുത്തത്. ഓക്കെ, ഞാനിവിടെ 2 കാറ്റഗറി ആക്കുന്നു. ഇപ്പോൾ എം പ്രൈം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇഫ് എം ഈസ് പ്രൈം, എം പ്രൈം ആണെന്നുണ്ടെങ്കിൽ വി ആർ ഡൺ, പരിപാടി കഴിഞ്ഞു. കാര്യം നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൈം ഓർഡറുള്ള ഒരു എലമെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തു, അതിൻ്റെ ഓർഡർ എം എന്ന് കിട്ടി. ഈ എം പ്രൈം ആണെന്നുണ്ടെങ്കിൽ പ്രൈം ഓർഡറുള്ള എലമെൻറ്റ് എക്സ് എന്ന് പറയുന്ന പ്രൈം ഓർഡറുള്ള ഒരു എലമെൻറ്റ് കിട്ടി. ഓക്കെ, അന്നേരം എം പ്രൈം ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമുക്ക് കിട്ടി. ആ പ്രൈം ഓർഡറുള്ള ഒരു എലമെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ക്ലിയറായി. ഇനി എം പ്രൈം അല്ലെങ്കിലോ? എം പ്രൈം അല്ലെന്നുണ്ടെങ്കിൽ പ്രൈം ഓർഡറുള്ള വേറെ ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്തായാലും നമ്മൾ ലക്ഷ്യം പ്രൈം ഓർഡറുള്ള എലമെൻറ്റ് കണ്ടെത്തുക എന്നുള്ളത്. അത് മാക്സിമം പോസിബിലിറ്റി, ഏത് പോസിബിലിറ്റി എടുത്താലും പ്രൈം ഓർഡറുള്ള എലമെൻറ്റ് ഉണ്ടെന്ന് കിട്ടണം. അതിനാണ് ഇങ്ങനെ 2 കേസ് ആക്കുന്നത്. എം പ്രൈം ആയി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും പ്രൈം ഓർഡറുള്ള. ഇനി പ്രൈം അല്ലെങ്കിൽ പ്രൈം ഓർഡറായിട്ടുള്ള വേറെ ഏതെങ്കിലും എലമെൻറ്റ് ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത പരിപാടി. എം ഈസ് നോട്ട് പ്രൈം, എം പ്രൈം അല്ലെന്ന് വിചാരിക്കും. പ്രൈം അല്ലാത്ത ഏതൊരു നമ്പറിനെയും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അതായത് പ്രൈമുകളുടെ പ്രോഡക്റ്റായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു പ്രൈം അല്ലാത്ത നമ്പർ എടുത്താലും കോമ്പോസിറ്റ് നമ്പർ എടുത്താലും അവയെ പ്രൈമുകളുടെ പ്രോഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം, പ്രൈമുകളുടെ പ്രോഡക്റ്റാണ്. 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. ഓക്കെ, 8നെ നമുക്ക് 4 × 2 എന്ന് എഴുതാം. ഓക്കെ, 4 പ്രൈം അല്ല, വേണമെങ്കിൽ അതിനെ പ്രൈം ആക്കാം. എങ്ങനെ എഴുതാം? 2 × 2 എന്ന് എഴുതാം 4ന്. അന്നേരം × 2 ഒന്നും കൂടെ വരും. അത് 2 × 2 × 2 8ന് പ്രൈമുകളുടെ പ്രോഡക്റ്റായിട്ട് എഴുതി. ഓക്കെ, അന്നേരം ഇവിടെ നമ്മളൊരു പ്രൈം അല്ലാത്ത നമ്പറാണല്ലോ, എം പ്രൈം അല്ല എന്നല്ലേ എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ എമ്മിനെ ഞാൻ 2 നമ്പറുകളുടെ പ്രോഡക്റ്റായിട്ട് എഴുതും. ഓക്കെ, 2 നമ്പറുകളുടെ പ്രോഡക്റ്റായിട്ട് എഴുതും. അത് 2 നമ്പറുകളുടെ പ്രോഡക്റ്റായിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 2ഉം പ്രൈം ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരെണ്ണം നോൺ പ്രൈമും ഒരെണ്ണം പ്രൈമുമായിരിക്കും. ഓക്കെ, ഒരെണ്ണം പ്രൈം ആയിരിക്കും, ചിലപ്പോൾ ഒരെണ്ണം പ്രൈം ആകണമെന്ന് നിർബന്ധമില്ല. അതാണ് ഞാനിപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് 8 എന്നുള്ള എക്സാമ്പിൾ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, എല്ലാത്തിനെയും നമുക്ക് പ്രൈമുകളുടെ പ്രോഡക്റ്റ് ആക്കാം.
അന്നേരം രണ്ടിൽ കൂടുതൽ എലമെൻറ്റുകൾ ചിലപ്പം വന്നേക്കാം. 2 × 2 × 2 എന്ന് വന്ന പോലെ. ഞാനിപ്പം ഇവിടെ എം എന്ന് പറയുന്ന നമ്പറിനെ 2 നമ്പറുകളുടെ പ്രോഡക്റ്റായിട്ട് എഴുതുവാണ്. 2 നമ്പറുകളുടെ പ്രോഡക്റ്റായിട്ട് എഴുതുമ്പോഴത്തേക്ക് 1 പ്രൈമും 1 പ്രൈം അല്ലാതെയും വരാം. ഓക്കെ, അന്നേരം ഞാൻ ഇവിടെ എമ്മിനെ Q × N എന്ന് എഴുതി. Q N രണ്ടും ഇൻറ്റിജേഴ്സാണ്. അതിലേതെങ്കിലും ഒരെണ്ണം പ്രൈം ആയിരിക്കും, ഒരെണ്ണം പ്രൈം ആകാതിരിക്കാം. ഓക്കെ, ഇവിടെ Q പ്രൈമാണ് എന്ന് ഞാൻ എടുക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അന്നേരം എം പ്രൈം അല്ലാത്ത കേസാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്ന എവിടുത്തെ എലമെൻറ്റാണ് നമുക്കറിയാം, ഗ്രൂപ്പിൽ എലമെൻറ്റാണ്. എക്സ് ഗ്രൂപ്പിൽ എലമെൻ്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പിൽ എലമെൻറ്റിൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും ഏത് ഇൻറ്റിജർ പവർ എടുത്തു കഴിഞ്ഞാലും അത് ഗ്രൂപ്പിൽ എലമെൻ്റ് ആയിരിക്കും. എ എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൽ എലമെൻ്റാണ്. അങ്ങനെ എയുടെ പവറിൽ A² ഗ്രൂപ്പിൽ എലമെൻ്റാണ്, A³ ഗ്രൂപ്പിൽ എലമെൻ്റാണ്, A⁻⁻1 ഗ്രൂപ്പിൽ എലമെൻ്റാണ്, A⁻2 ഗ്രൂപ്പിൽ എലമെൻ്റാണ്, അല്ല ഗ്രൂപ്പിൽ എലമെൻറ്റാണ്. അതായത് എക്സ് ഗ്രൂപ്പിൽ എലമെൻ്റ് ആണെങ്കിൽ X⁻n ഇൻറ്റിജർ ആണെങ്കിൽ എക്സിൻ്റെ പവറിൽ ഒരു ഇൻറ്റിജർ കൊടുത്തു കഴിഞ്ഞാൽ അതും ഗ്രൂപ്പിൽ എലമെൻറ്റ് തന്നെയായിരിക്കും. ഓക്കെ, അന്നേരം X⁻n ജിയിൽ എലമെൻ്റ് ആണെന്ന് കിട്ടി. ഇനി ഞാൻ ആ X⁻n ഓർഡർ ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് ആവശ്യമുണ്ട് X⁻n ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ഇത്തരത്തിലൊരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൂഫും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അന്നേരം ഇതിൽ ഈ രണ്ടാമത്തെ ഈ ഒരു റിസൾട്ട് നോക്കുക. അതായത് എ എന്ന് പറയുന്നൊരു എലമെൻറ്റ് ഗ്രൂപ്പിൽ എലമെൻ്റാണ്, അതിൻ്റെ ഓർഡർ n ആണ്. ഓക്കെ, കെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്, Z+. അങ്ങനെയെങ്കിൽ ഈ എയുടെ പവറിൽ കെ വരുമ്പോൾ A⁻k അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n എന്ന് വെച്ചാൽ എന്താണ്, ഓർഡർ ഓഫ് എ ഡിവൈഡഡ് ബൈ GCD ഓഫ് n, k. n എന്ന് വെച്ചാൽ എയുടെ ഓർഡർ ഓഫ് എ, k എന്നെഴുതി കൂടെ. അതാണ്ട് ഈ തിയറാണ് എഴുതിയിരിക്കുന്നത്, വേറൊന്നുമില്ല. എയുടെ ഓർഡർ n ആണ്, കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജറാണ്. അങ്ങനെ A⁻kയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ n ഡിവൈഡ് ബൈ n എന്ന് വെച്ചാൽ എന്താണ്, ഓർഡർ ഓഫ് എ. അതാണ് n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എ എന്ന് കൊടുത്തിരിക്കുന്നത്. ഡിവൈഡ് ബൈ GCD ഓഫ് n, k എന്നു വെച്ചാൽ ഓർഡർ ഓഫ് എ, അതായത് GCD ഓഫ് ഓർഡർ ഓഫ് എ, k എന്ന് എക്സ്പ്രസ് ചെയ്യാമല്ല. അത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എക്സിൻ്റെ ഓർഡർ ഉണ്ട്, എക്സിൻ്റെ ഓർഡർ m എന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ്. അങ്ങനെ X⁻n ഓർഡർ ഈ ഫോമുല ഉപയോഗിച്ച് എങ്ങനെ എഴുതാം, ഓർഡർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ GCD ഓഫ് ഓർഡർ x, n എന്ന് എഴുതാം. ഓർഡർ ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട് m ആണ്, ഇവിടെയും ഓർഡർ ഓഫ് എക്സ് m എന്ന് കൊടുത്തു. എമ്മിനെ നമുക്ക് Q × N എന്ന് എഴുതാം. തൊട്ട് മുമ്പ് എമ്മിനെ നമ്മൾ അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, അത് അടക്കുന്നു Q × N. ഓക്കെ, ഡിവൈഡഡ് ബൈ GCD ഓഫ് m, n. എമ്മിൻ്റെയും n GCD മസ്റ്റായിട്ട് n ആയിരിക്കും. എന്താ കാര്യം എമ്മിനെ Q × N എന്നല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ക്യൂവും എന്നും എമ്മിൻ്റെ ഫാക്ടറാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ എമ്മിൻ്റെയും എന്നിൻ്റെയും GCD എന്ന് പറയുന്നത്, കാര്യം എമ്മിൻ്റെ ഫാക്ടറാണല്ലോ, ഫാക്ടറാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറുത് ഏതാണോ അതായിരിക്കും GCD എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നാം നോക്കുക, 8നെ 2 × 4 എന്ന് എഴുതാം. ഓക്കെ, 2ഉം 4 എന്ന് പറയുന്നത് 8ൻ്റെ ഫാക്ടറാണ്. അങ്ങനെയെങ്കിൽ ഈ 8 2ഉമായിട്ട് GCD എടുത്തു കഴിഞ്ഞാൽ അവിടെ ചെറുത് ഏതാണോ വരുന്നത് അതായിരിക്കും. കാര്യം 2 8ൻ്റെ ഫാക്ടറാണ്, 2 ആയിരിക്കും. ഇനി 8ഉം 4ഉം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും GCD, 4 ആയിരിക്കും വരുന്നത്. കാര്യം 4 8ൻ്റെ ഫാക്ടറാണ്. ഓക്കെ, അതുപ്രകാരം അവിടെ എമ്മിൻ്റെയും എന്നിൻ്റെയും GCD n എന്ന് പറയുന്ന എമ്മിൻ്റെ ഫാക്ടറാണ്. സോ അതിൽ ചെറുത് n ആണ്, അതുകൊണ്ട് n ആയിരിക്കും GCD വരുന്നത്. അപ്പോൾ ഈ n ക്യാൻസലായി, ദരിജകൾ Q എന്ന് വരും. അത് ഓർഡർ ഓഫ് X⁻n, X⁻n ഓർഡർ Q എന്ന് വന്നു. വേർ Q എന്തായിട്ടാണ് നമ്മളെടുത്ത്, പ്രൈമാണ്. Q പ്രൈമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അന്നേരം നമുക്കിപ്പോൾ എന്ത് കിട്ടി? നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ പ്രൈം ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്ന് തെളിയിക്കണമായിരുന്നു. അത് നമ്മൾ ആ ഒരു എലമെൻറ്റ് എക്സ് എന്ന് പറയുന്നൊരു എലമെൻ്റ് എടുത്തു. ആ എലമെൻറ്റ് നമ്മൾ അതിൻ്റെ ഓർഡർ m എന്നാണ് എടുത്തത്. ആ m പ്രൈം ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തെളിയിക്കാനില്ല. ഇനി m പ്രൈം അല്ലെന്നുണ്ടെങ്കിൽ പ്രൈം ഓർഡറുള്ള വേറെ ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ എന്ന് കണ്ടെത്തണമായിരുന്നു. അത്തരത്തിലൊരു എലമെൻറ്റ് X⁻n എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, പ്രൈം ഓർഡറുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ട് എന്ന് നമുക്കിപ്പോൾ കിട്ടി. ഓക്കെ, അന്നേരം പ്രൈം ഓർഡറുള്ള എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടെന്നുള്ള കാര്യം ക്ലിയറായി. ഓക്കെ ആണല്ലോ? Therefore, G has an element X⁻n of order Q. Q എന്ന് പറയുന്ന പ്രൈം ഓർഡർ ഉള്ള ഒരു എലമെൻറ്റ് X⁻n എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടെന്ന് കിട്ടി. ആ X⁻n ഞാൻ സിമ്പിളായിട്ട് R എന്ന് വിളിച്ചു. എളുപ്പത്തിന് വേണ്ടി, നമുക്ക് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് X⁻n ഞാൻ R എന്ന് വിളിച്ചു. ഓക്കെ, X⁻n ഓർഡർ എന്താണ്? Q ആണ്. സോ അങ്ങനെയുള്ള Rൻ്റെ ഓർഡർ എന്ത് തന്നെയാണ്? Q തന്നെയാണ്. കാര്യം രണ്ടും സെയിം ആണ്. ഓക്കെ ആണല്ലോ? അന്നേരം ഗ്രൂപ്പിൽ പ്രൈം ഓർഡറുള്ള എലമെൻ്റ് ഉണ്ടെന്ന് കിട്ടി. നമുക്ക് തെളിയിക്കാനുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രൂപ്പിന്
പി എന്ന് പറയുന്ന ഓർഡറുള്ള പി എന്ന് പറയുന്ന പ്രൈം നമ്പർ ഓർഡർ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടെന്ന് തെളിയിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ദ ഗോൾ ഈസ് ടു ഷോ ദാറ്റ് ജി ഹാസ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ പി ഉള്ള എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടെന്ന് തെളിയിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമുക്കിപ്പം ക്യൂ എന്ന് പറയുന്ന പ്രൈം ഓർഡർ ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, അന്നേരം പി എന്ന് പറയുന്ന പ്രൈം ഓർഡർ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് ഇവിടെ നമുക്ക് രണ്ട് കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. നമുക്ക് കാര്യം ഇവിടെ ആർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമുക്കുണ്ട്, അതിൻ്റെ ഓർഡർ ക്യൂ ആണെന്ന് കിട്ടി, ക്യൂ പ്രൈമാണ്. ഓക്കെ, അന്നേരം ഗ്രൂപ്പിൽ ഈ ക്യൂ എന്ന് പറയുന്ന പ്രൈം ഓർഡർ ആയിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം ക്ലിയറായി. ഓക്കെ, ഇനി ഈ ക്യൂ എന്ന് പറയുന്നത് പിക്ക് തുല്യമാണെങ്കിലോ? ക്യൂ എന്ന് പറയുന്നത് പിക്ക് തുല്യമാണെങ്കിൽ ഈ ആർ എന്ന് പറയുന്ന എലമെൻ്റ് ഓർഡർ പി എന്ന് കിട്ടും. അതായത് ഗ്രൂപ്പിൽ എലമെൻ്റ് ആണല്ലോ ആർ എന്ന് പറയുന്നത്. അന്നേരം ഗ്രൂപ്പിൽ പി എന്ന് പറയുന്ന പ്രൈം ഓർഡർ ആയിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ട് എന്ന് അവിടെ വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെ പ്രൂഫ് കംപ്ലീറ്റ് ആയി, പ്രൂഫ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ സംഗതി. ഓക്കെ, പക്ഷേ ഇവിടെ രണ്ട് കേസായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇനി ഈ ക്യൂ എന്ന് പറയുന്നത് പിക്ക് തുല്യമാണെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നത്? ഇനി തുല്യമല്ലെങ്കിലോ? തുല്യമല്ലെന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്ന പ്രൈം ഓർഡർ ആയിട്ടുള്ള വേറെ ഒരു എലമെൻ്റ് ഉണ്ടെന്ന് കണ്ടെത്തണം, എന്നാലേ പ്രൂഫ് കംപ്ലീറ്റ് ആവും. ഓക്കെ ആണല്ലോ. അന്നേരം ആദ്യം ഇവിടെ ക്യൂവും ബിയും തുല്യമാണെന്ന് എടുക്കുന്നു. ഓക്കെ, ക്യൂവും ബിയും തുല്യമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വി ആർ ഫിനിഷ്ഡ്. ഞാനിപ്പോൾ റീസൺ പറഞ്ഞു. കാര്യം ആറിൻ്റെ ഓർഡർ ക്യൂ ആണ്, ആ ക്യൂവും പിയും തുല്യമാണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു പി എന്ന് വരും. അതായത് പി എന്ന് പറയുന്ന പ്രൈം ഓർഡർ ആയിട്ടുള്ള ആർ എന്ന് പറയുന്ന എലമെൻറ്റ് ഗ്രൂപ്പിലുണ്ടെന്ന് കിട്ടി. സോ പ്രൂഫ് ഈസ് കംപ്ലീറ്റ്. ഓക്കെ, അന്നേരം ക്യൂവും പിയും തുല്യമാണെങ്കിൽ അവിടെ വെച്ച് പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി ക്യൂവും പിയും തുല്യമല്ലെന്നുണ്ടെങ്കിൽ പി എന്ന് പറയുന്ന പ്രൈം നമ്പർ ഓർഡർ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിലുണ്ടെന്ന് തെളിയിക്കണം. ഓക്കെ, ആസ്യൂം ക്യൂ നോട്ട് ഈക്വൽ ടു പി. അതിന് ഇച്ചിരി ചടങ്ങുണ്ട്, ശ്രദ്ധിക്കുക. അതിന് ഇപ്പം നമ്മളതിൽ ആറെന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, ക്യൂ ഓർഡർ ആയിട്ടുള്ള ആറെന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മളതിലുണ്ട്. ഓക്കെ, ഈ ആറ് ഗ്രൂപ്പിൽ എലമെൻ്റാണ്, അത് നമുക്കറിയാമല്ലോ. ഈ ആറിനെ വെച്ച് ഞാനൊരു സൈക്ലിക് സബ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ആറിനെ വെച്ചിട്ട് ഗ്രൂപ്പിലെ ഏത് എലമെൻറ്റ് വെച്ചിട്ട് നമുക്ക് സൈക്ലിക് സബ് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൂടെ? ബ്രാക്കറ്റ് ആറ് കണ്ടുപിടിച്ചാൽ പോരെ? ഇപ്പോൾ എ ഗ്രൂപ്പിൽ എലമെൻ്റ് ആണെങ്കിൽ ബ്രാക്കറ്റ് എ കണ്ടുപിടിച്ചാൽ അത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എ ആണ്. അങ്ങനെ ഓരോ എലമെൻറ്റ് വെച്ച് നമുക്ക് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ആറെന്ന് പറയുന്ന എലമെൻറ്റ് ഗ്രൂപ്പിൽ എലമെൻ്റ് ആയതുകൊണ്ട് ഞാൻ ആറിന് ഉപയോഗിച്ച് ഒരു സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യാൻ പോയാണ്. ഞാൻ അതിനെ എച്ച് എന്ന് വിളിച്ചു. കാര്യം സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു സബ് ഗ്രൂപ്പാണല്ലോ. ഓക്കെ, ലെറ്റ് എച്ച് ബി എ സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് ജി ജനറേറ്റഡ് ബൈ ആർ. ഓക്കെ, ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ആർ, ബ്രാക്കറ്റ് ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അന്നേരം എച്ച് എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ആറാണ്. അങ്ങനെയെങ്കിൽ എച്ചിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ആറിൻ്റെ ഓർഡർ, കാര്യം രണ്ടും സെയിം ആണല്ലോ. ഓക്കെ, അതിൻ്റെ ഓർഡർ എന്താണ്? ക്യൂ ആയിരിക്കും. കാര്യം ആറിൻ്റെ ഓർഡർ ക്യൂ ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിൻ്റെ ഓർഡറും ആ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറും എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, അന്നേരം ഇതിൻ്റെ ഓർഡർ ക്യൂ ആണെങ്കിൽ ആറിൻ്റെ ഓർഡറും ക്യൂ ആയിരിക്കും. ഓക്കെ, അന്നേരം ക്യൂ എന്ന് കിട്ടി. കാര്യം ആറിൻ്റെ ഓർഡർ എന്താണ്? ക്യൂ എന്ന് കിട്ടി. റീസൺ ഇതാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അന്നേരം സൈക്ലിക് സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ക്യൂ എന്ന് കിട്ടി. ഇനി നമ്മൾ മറ്റൊരു തിയറം പഠിച്ചിട്ടുണ്ട്. since G is abelian and H is a subgroup of G, then that subgroup is normal. അതായത് ഇങ്ങനെ പറയാം, we know that every subgroup of an abelian group is normal. Every subgroup of an abelian group is normal. G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, അതൊരു അബീലിയൻ ഗ്രൂപ്പാണെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്കിപ്പം എച്ച് എന്ന് പറയുന്നൊരു സബ് ഗ്രൂപ്പ് കിട്ടി, സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ആർ. ഓക്കെ, അതൊരു ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പാണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ജി ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. ഏതൊരു അബീലിയൻ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പും എന്തായിരിക്കും? നോർമലായിരിക്കും. ഓക്കെ, അന്നേരം എച്ച് എന്ന് പറയുന്ന ഒരു നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് കിട്ടി. ഓക്കെ, റീസൺ ഇതാണ്. അന്നേരം എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് എന്ന് കിട്ടിയേ. ഓക്കെ, എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ജി ബൈ എച്ച് എന്ന് പറയുന്നൊരു ഫാക്ടർ ഗ്രൂപ്പായിരിക്കും. കാര്യം ഒരു ഗ്രൂപ്പ് നമ്മളതിലുണ്ട്. ഓക്കെ, ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്കൊരു നോർമൽ സബ് ഗ്രൂപ്പ് കിട്ടിയെന്ന് വിചാരിക്കുമോ? നോർമൽ സബ് ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് നമ്മളതിലുണ്ട്, അതിനൊരു നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ട് എങ്കിൽ
മസ്റ്റായിട്ടും അവിടെ ഒരു ഫാക്ടർ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, കാര്യം ഗ്രൂപ്പ് നമ്മളതിലുണ്ട്, അതിന് സബ് ഗ്രൂപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഫാക്ടർ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സബ് ഗ്രൂപ്പ് നോർമൽ ആണെങ്കിൽ മാത്രമേ അവിടെ ഫാക്ടർ ഗ്രൂപ്പ് ഡിഫൈൻഡ് ആവുന്നുള്ളൂ. ഓക്കെ, അന്നേരം ഗ്രൂപ്പ് നമ്മളതിലുണ്ട്, അതിന് പറ്റിയൊരു നോർമൽ സബ് ഗ്രൂപ്പ് നമ്മളെ കിട്ടി, അങ്ങനെ അവിടെ മസ്റ്റായിട്ട് നമുക്കൊരു ഫാക്ടർ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഫാക്ടർ ഗ്രൂപ്പ് ഈസ് G/H. G/H എന്ന് പറയുന്നൊരു ഫാക്ടർ ഗ്രൂപ്പ് ജിക്ക് ഉണ്ടെന്ന് കിട്ടി. ഇനി അതിൻ്റെ ഓർഡർ ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോവാം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഗ്രൂപ്പിന് പി ഓർഡർ ഉള്ള ഒരു എലമെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്ന പ്രോസസ്സെല്ലാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോണം. അന്നേരം G/H എന്ന് പറയുന്നൊരു ഫാക്ടർ ഗ്രൂപ്പ് ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, ഞാൻ ആ G/Hൻ്റെ ഓർഡർ ഒന്ന് കണ്ടുപിടിക്കാം. ഓർഡർ ഓഫ് G/H ഈക്വൽ ടു ഡെഫിനിഷൻ പ്രകാരം ഓർഡർ ഓഫ് G ഡിവൈഡ് ബൈ ഓർഡർ ഓഫ് H. ഏതൊരു ഫാക്ടർ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ ഓഫ് ഫാക്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ഗ്രൂപ്പ് ഡിവൈഡ് ബൈ ഓർഡർ ഓഫ് സബ് ഗ്രൂപ്പ് കണ്ടെത്തിയാൽ മതിയാകും. അതായിരിക്കും ആ ഫാക്ടർ ഗ്രൂപ്പിൻ്റെ ഓർഡർ. ഓക്കെ, അന്നേരം ഓർഡർ ഓഫ് G/H എന്ന് പറയുന്നത് ഓർഡർ ഓഫ് G ഡിവൈഡ് ബൈ ഓർഡർ ഓഫ് H ആണ്. ഓർഡർ ഓഫ് G n ആണ്, ഓർഡർ ഓഫ് H Q എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിച്ച് ഈസ് ലെസ് ദാൻ n ആയിരിക്കും. കാര്യം എന്താണ്? കാര്യം n എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ ഓർഡറാണ്. ഓക്കെ, Q എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറാണ്. ഓക്കെ, അതുകൂടാതെ അത് പ്രൈം നമ്പറുമാണ്, ഗ്രേറ്റർ ദാൻ 1ഉമാണ്. അന്നേരം ഗ്രൂപ്പിൻ്റെ ഓർഡർ ആയിരിക്കും എല്ലായ്പ്പോഴും സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറിനേക്കാൾ വലുതെന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഈ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ സപ്പോസ് 6 ആണെന്ന് വിചാരിക്കും, സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ 2 ആണെന്ന് വിചാരിക്കും. അങ്ങനെ 6/2 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ലെസ് ദാൻ ഈ നമ്പർ ആയിരിക്കത്തില്ലേ, 6നേക്കാൾ ചെറുതായിരിക്കില്ലേ. 6/2 3 ആണ്, 3 ലെസ് ദാൻ 6 ആണ്, ശരിയല്ലേ? അത് തന്നെ എവിടെയും കോമൺ സെൻസ് വേറൊന്നുമില്ല. അന്നേരം n/q എന്ന് പറയുന്നത് ലെസ് ദാൻ n ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് ആവശ്യമുണ്ട്. അന്നേരം G/H എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് എന്നുള്ള കാര്യം നമുക്കറിയാവേ. ഫാക്ടർ ഗ്രൂപ്പാണ്, ദാറ്റ് മീൻസ് സിംപ്ലി അത് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ ജിയുടെ ഓർഡർ, ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡറിനേക്കാൾ ചെറുതാണെന്നാണ് കിട്ടിയത്, ലെസ് ദാൻ എന്നാണ്. അത് നമുക്ക് ആവശ്യമുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഇനി ഇതിൻ്റെ കൺക്ലൂഷനിലോട്ട് പോകുന്നത്. ഓക്കെ, അന്നേരം ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഓരോ കാര്യങ്ങൾ മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, നൗ ഓർഡർ ഓഫ് ജി. ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് അതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. ഓക്കെ, പ്രത്യേകിച്ച് റിസൾട്ടൊന്നുമല്ല, ഒരു അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. നമുക്ക് റിസൾട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഒരു ഓർഡർ ഓഫ് H കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഓർഡർ ഓഫ് H കൊണ്ട് ഡിവൈഡ് ചെയ്തു ഓർഡർ ഓഫ് ജീനെ. ഓക്കെ, ഓർഡർ ഓഫ് ജീൻ്റെ കൂടെ ഒരു ഓർഡർ ഓഫ് H മൾട്ടിപ്ലൈ ചെയ്തു, ഒരു ഓർഡർ ഓഫ് H ഡിവൈഡ് ചെയ്തു. വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. ഓക്കെ, അത്തരത്തിലൊന്ന് എഴുതി. ഇനി ഓർഡർ ഓഫ് H നമ്മളതിലുണ്ട്, അത് Q ആണ്. ഓർഡർ ഓഫ് G ഡിവൈഡ് ബൈ ഓർഡർ ഓഫ് H എന്ന് വെച്ചാൽ എന്താണ്? ഓർഡർ ഓഫ് G/H ആണ്. അതിനെ അങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഓൾറെഡി P ഓഫ് n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ കയ്യിലുണ്ട്. ജി എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണ്, അതിൻ്റെ ഓർഡർ n ആണ്, അതിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രൈം നമ്പറുണ്ട് P. ഓക്കെ, P എന്ന് പറയുന്നൊരു പ്രൈം നമ്പറുണ്ട്, ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് തെളിയിക്കാനുള്ള എന്താണ്? ആ P ഓർഡറായിട്ടുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിലുണ്ടെന്ന് തെളിയിക്കണം. അന്നേരം ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ P കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം നമ്മളെ കയ്യിലുണ്ട്. P കൊണ്ട് ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്നേരം P കൊണ്ട് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമൊക്കെയാണ്. അങ്ങനെയെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ്? അതായത് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓർഡർ ഓഫ് G ഈക്വൽ ടു ഇതാണ്, ശരിയല്ലേ? അന്നേരം ഓർഡർ ഓഫ് ജിക്ക് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തരും P ഡിവൈഡ്സ് ആ ഓർഡർ ഓഫ് ജിക്ക് പകരം ഞാൻ ഇത് കൊടുക്കും. അതാണ് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് P ഡിവൈഡ്സ് രണ്ട് ടേമുകളുടെ പ്രോഡക്റ്റാണ് A ഇൻറ്റു ബി. P ഡിവൈഡ്സ് AB ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് P ഒന്നുകിൽ Aനെ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ Bനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ഇതിൽ നമുക്ക് എന്തോ എഴുതാം, വേണമെങ്കിൽ ഇവിടെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് എഴുതി ചേർക്കാം. വിച്ച് ഇംപ്ലൈസ് P ഡിവൈഡ്സ് എന്തോ വരും, മേളിലോട്ട് എഴുതാം. അവിടെ എഴുതി ചേർക്കാനുള്ള സാധനമാണ് P ഡിവൈഡ്സ്. ഇങ്ങനെ കൂടെ എഴുതാൻ വേണമെങ്കിൽ P ഡിവൈഡ്സ് Q ആയിരിക്കും, അതല്ലെങ്കിൽ P ഡിവൈഡ്സ് എന്തായിരിക്കും? ഓർഡർ ഓഫ് G/H ആയിരിക്കും. ഓക്കെ, കാര്യം P ഡിവൈഡ്സ് AB എന്നുള്ള ഫോമിൽ അടക്കണം. P ഡിവൈഡ്സ് AB ആണെങ്കിൽ എന്താണ്? P Aനെ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ Bനെ ഡിവൈഡ് ചെയ്യും. അതായത് P Qനെ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ P ഓർഡർ ഓഫ് G/Hനെ ഡിവൈഡ് ചെയ്യും. ഇനി P Qനെ ഡിവൈഡ് ചെയ്യുമോ? അതൊരിക്കലും പോസിബിൾ അല്ല. കാര്യം Q ഒരു പ്രൈം നമ്പറാണ്. അതുകൂടാതെ Pയും Qയും ഡിഫറൻറ്റുമാണ്. ആ കേസ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേസ് 2 Q നോട്ട് ഈക്വൽ ടു P. രണ്ട് ഡിഫറൻറ്റ് പ്രൈംസ്, ആ രണ്ട് ഡിഫറൻറ്റ് പ്രൈം നമ്പേഴ്സ് പരസ്പരം ഡിവൈഡ് ചെയ്യുമോ? ഒരിക്കലും ഡിവൈഡ് ചെയ്യില്ല. അത് പോസിബിൾ അല്ല. P ഡിവൈഡ്സ് Q എന്ന് പറയുന്നത് പോസിബിളേ അല്ല. അന്നേരം ഇത് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഈ തിയറം പ്രകാരം ഈ ഡിവിഷൻ പോസിബിൾ ആയിരിക്കും. അതായത് P ഡിവൈഡ്സ് ഓർഡർ ഓഫ് G/H ആയിരിക്കും. അന്നേരം P മസ്റ്റായിട്ടും G/Hൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. റീസൺ അറിയാമല്ലോ. കാര്യം P Qനെ ഡിവൈഡ് ചെയ്യില്ല, Pയും Qയും പ്രൈം നമ്പേഴ്സാണ്, അത് ഡിഫറൻറ്റുമാണ്. അങ്ങനെ P മസ്റ്റായിട്ടും ഓർഡർ ഓഫ് G/Hനെ ഡിവൈഡ് ചെയ്യും. വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്, കൺക്ലൂഷനാണ് അടുത്ത് എഴുതാൻ പോകുന്നത്, ശ്രദ്ധിച്ചോണം. അന്നേരം P
G/Hൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുമെന്ന് കിട്ടി. അതുകൂടാതെ G/H എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ഗ്രൂപ്പാണ്, അതിൻ്റെ ഓർഡർ ഗ്രൂപ്പിൻ്റെ ഓർഡറിനേക്കാൾ ചെറുതാണ് എന്നുള്ള കാര്യം തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൂടാതെ G/H എന്ന് പറയുന്നത് മസ്റ്റായിട്ടും ഒരു അബീലിയൻ ഗ്രൂപ്പ് കൂടിയായിരിക്കും. എന്താ കാര്യം G എന്ന് പറയുന്നത് അബീലിയൻ ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് അബീലിയൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടർ ഗ്രൂപ്പ് മസ്റ്റായിട്ടും അബീലിയൻ ആയിരിക്കും. അതാണ്ട് തിയറം നമ്മൾ പഠിച്ചിട്ടില്ല. തിയറം സ്റ്റേറ്റ്മെൻറ്റ് റിസൾട്ടായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. എ ഫാക്ടർ ഗ്രൂപ്പ് ഓഫ് ആൻ അബീലിയൻ ഗ്രൂപ്പ് ഈസ് അബീലിയൻ. പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ, അപ്പോൾ എനിക്ക് ഓർക്കുന്നില്ല. എന്തായാലും പറഞ്ഞിട്ടില്ല, പറഞ്ഞോ പറയാതെ എന്തോ ആയിക്കോട്ടെ, എന്തായാലും റിസൾട്ട് അറിഞ്ഞിരിക്കും. എ ഫാക്ടർ ഗ്രൂപ്പ് ഓഫ് ആൻ അബീലിയൻ ഗ്രൂപ്പ് ഈസ് അബീലിയൻ. ഓക്കെ, ഒരു അബീലിയൻ ഗ്രൂപ്പിൻ്റെ ഫാക്ടർ ഗ്രൂപ്പ് എല്ലായ്പ്പോഴും അബീലിയൻ ആയിരിക്കും. അന്നേരം G അബീലിയൻ ആയതുകൊണ്ട് അതിൻ്റെ ഫാക്ടർ ഗ്രൂപ്പ് G/Hഉം എന്തായിരിക്കും, അബീലിയൻ ആയിരിക്കും. ഇനി നമ്മളിതാ ഒരു ഇൻഡക്ഷൻ സ്റ്റെപ്പ് കൂടെ ഉപയോഗിക്കാൻ പോവാണ്. അതായത് കേസ് 2 മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞിരുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതായത് 2ന് നമ്മൾ ട്രൂ ആണെന്ന് തെളിയിച്ചു, n-ന് ട്രൂ ആണെന്ന് നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ഇത് സ്റ്റെപ്പ് 1 ആണ്. സ്റ്റെപ്പ് 1 ആണിത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്തത് ഈ 2നും n-നും ഇടയിൽ. അതായത് n-നേക്കാൾ ചെറിയ ഓർഡറുള്ള ഏതൊരു അബീലിയൻ ഗ്രൂപ്പിനും P of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇതാണല്ലേ നമ്മൾ എഴുതി വെച്ചിരുന്നത്. n-നേക്കാൾ ചെറിയ ഓർഡറുള്ള ഏതൊരു അബീലിയൻ ഗ്രൂപ്പിനും ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? n-നേക്കാൾ ചെറിയ ഓർഡറുള്ള ഏതൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ ഗ്രൂപ്പിന് P എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ ആ P എന്ന് പറയുന്ന പ്രൈം നമ്പർ ഓർഡർ ആയിട്ടുള്ളൊരു എലമെൻറ്റ് ആ ഗ്രൂപ്പിനുണ്ടായിരിക്കും. ഇതാണല്ലോ അതിനർത്ഥം. ഇവിടെ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. കാര്യം G/H എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് കിട്ടി. ഓക്കെ, അതൊരു അബീലിയൻ ഗ്രൂപ്പാണെന്ന് കിട്ടിയേ, അതിൻ്റെ ഓർഡർ n-നേക്കാൾ ചെറുതാണെന്ന് കിട്ടിയേ, അതുകൂടാതെ അതിൻ്റെ ഓർഡറിനെ P കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റെപ്പ് പ്രകാരം ഈ P എന്ന് പറയുന്ന പ്രൈം നമ്പർ ഓർഡർ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ആ G/Hനുണ്ട്. ഇതാണ് ഇൻഡക്ഷൻ സ്റ്റെപ്പ് പറയുന്നത്. അത് നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് അത് പ്രകാരം G/H എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഓർഡർ P ഉള്ള ഒരു എലമെൻ്റ് ഉണ്ട്. ക്ലിയർ? അതൊരു സംശയം വേണ്ട. ഓക്കെ, ഇൻഡക്ഷൻ സ്റ്റെപ്പ് പ്രകാരം G/H എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഓർഡർ P ഉള്ള ഒരു എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് ക്ലിയറായി. പക്ഷേ പ്രൂഫ് കംപ്ലീറ്റ് ആയില്ല. കാര്യം നമുക്ക് തെളിയിക്കാനുള്ളത് G/Hന് ഓർഡർ P ഉള്ള എലമെൻ്റ് ഉണ്ടെന്നല്ല തെളിയിക്കാനുള്ളത്, Gക്ക് ഓർഡർ P ഉള്ള എലമെൻ്റ് ഉണ്ടെന്നാണ് തെളിയിക്കാനുള്ളത്. പ്രൂഫ് ഇനിയും തുടരും. ക്ഷമയോടെ കാത്തിരിക്കുക, ഇപ്പോൾ ഉടനെ എത്തും കൺക്ലൂഷൻ. ഓക്കെ, അന്നേരം G/H എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഓർഡർ P ഉള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ആ എലമെൻറ്റ് ഞാനൊന്ന് ചൂസ് ചെയ്യാൻ പോയാണ്. ഒരു എലമെൻറ്റ് G/Hൽ നിന്ന് എടുക്കുന്നു. G/Hലെ എലമെൻറ്റിൻ്റെ ഫോം അറിയാമല്ല. G/Hലെ എലമെൻറ്റിൻ്റെ ഫോം എങ്ങനെയാണ് വരുന്നത്? അതായത് ഗ്രൂപ്പിലെ എലമെൻറ്റ് ഇൻറ്റു H എന്നുള്ള ഫോമില. അത് A/H എന്നോ B/H എന്നോ C/H എന്നോ ഇത്തരത്തിലേക്കാണ് വരുന്നത്. ഈ G/Hലെ ഐഡൻറ്റിറ്റി എങ്ങനെയാണ് എഴുതുന്നതെന്നറിയാമല്ലോ. E/H എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. E/H എന്ന് വെച്ചാൽ H തന്നെയാണ്, സിംപ്ലി H എന്ന് തന്നെയാണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആകുമ്പോഴാണ് ഇങ്ങനെ എഴുതുന്നത്. ആഡിറ്റീവ് ഗ്രൂപ്പാണ് G, ആഡിറ്റീവ് ഗ്രൂപ്പാണെങ്കിൽ നമുക്ക് 0+H എന്നും എഴുതാം. 0+H ദാറ്റ് ഈസ് ഈക്വൽ ടു H. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അതിലോട്ടൊന്നും കൂടുതൽ വിശദമായിട്ട് പോകുന്നില്ല. അന്നേരം G/H എന്ന് പറയുന്ന ഗ്രൂപ്പിൽ P ഓർഡറുള്ള എലമെൻ്റ് ഉണ്ടെന്ന് കിട്ടി. ആ P ഓർഡറുള്ള എലമെൻറ്റിനെ ഞാൻ BH എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അന്നേരം BH എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് G/Hലുണ്ടെന്ന് കിട്ടി. എലമെൻ്റ് ഫോം BH എന്ന് വെച്ചാൽ അറിയാമല്ല, B എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ എലമെൻ്റാണ്, ഇൻറ്റു H. ഓക്കെ, ആ എലമെൻറ്റിൻ്റെ ഓർഡർ P ആണ്. അന്നേരം P ഓർഡറുള്ളൊരു എലമെൻ്റ് ഉണ്ടെന്ന് കിട്ടി. ആ എലമെൻറ്റിനെയാണ് ഞാൻ BH എന്ന് വിളിച്ചത്. അന്നേരം ഇവിടെ ശ്രദ്ധിച്ചോണം, B ഗ്രൂപ്പിൽ എലമെൻ്റാണ്. അതുകൂടാതെ B എന്ന് പറയുന്നത് ഒരിക്കലും ഐഡൻറ്റിറ്റിയും ആകില്ല. ഓക്കെ, ഐഡൻറ്റിറ്റി ആകില്ല. കാര്യം ഐഡൻറ്റിറ്റി ആയിക്കഴിഞ്ഞാൽ ഇതെന്തായി? EH എന്നായി. EH എന്ന് വെച്ചാൽ G/Hലെ ഐഡൻറ്റിറ്റി എലമെൻറ്റാണ്. ഐഡൻറ്റിറ്റിയുടെ ഓർഡർ എന്താണ്? എല്ലായ്പ്പോഴും 1 പ്രൈം നമ്പർ അല്ല. ഓക്കെ, അന്നേരം പ്രൈം ഓർഡറുള്ള ഒരു എലമെൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് BH. അന്നേരം B ഐഡൻറ്റിറ്റി അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തോണം. അത് നമുക്ക് ഇനി അങ്ങോട്ട് ആവശ്യമുണ്ട്. ഓക്കെ, അന്നേരം BH എന്ന് പറയുന്ന എലമെൻറ്റും G/Hലെ എലമെൻറ്റ് ആണ്. അതിൻ്റെ ഓർഡർ P ആണ്. അത് P ഓർഡറുള്ള ഒരു എലമെൻറ്റ് G/Hലുണ്ടെന്ന് കിട്ടി. ആ എലമെൻറ്റിനെയാണ് ഞാൻ BH എന്ന് വിളിച്ചത്. അത്രയേ ഉള്ളൂ, സിംപ്ലി. ഓക്കെ, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് BH ഈസ് ഈക്വൽ ടു P എന്നെടുത്തു.
ഓർഡർ ഓഫ് ബി എച്ച് ഇപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ഓർഡറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ഓർഡർ ഓഫ് എ എൻ ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ആ എയുടെ പവറിൽ റൈറ്റ് സൈഡിലുള്ള എൻ വരുമ്പോൾ ഇ കിട്ടും. ഇതാണല്ലോ, അതേ ലോജിക്ക് ഇവിടെ യൂസ് ചെയ്താൽ മതി. ഓർഡർ ഓഫ് ബി എച്ച് ഈക്വൽ ടു ബി ആണെങ്കിൽ ആ ബി എച്ചിൻ്റെ തലയിൽ പി വരുമ്പോഴത്തേക്ക് ഇ ആകും. ഇതാണല്ലോ മീനിങ്. അന്നേരം ബി എച്ച് റൈസ് ടു പി ഈക്വൽ ടു ഇ. ഇ എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി, ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി. ഇവിടെ ഏതാ ഗ്രൂപ്പ്? ജി ബൈ എച്ച് ആണ് ഗ്രൂപ്പ്. ജി ബൈ എച്ച് ആണ് ഗ്രൂപ്പ്. അന്നേരം ജി ബൈ എച്ചിലെ ഐഡൻറ്റിറ്റി വരണം. ജി ബൈ എച്ചിലെ ഐഡൻറ്റിറ്റി എന്താണ്? ഇ ഇൻറ്റു എച്ച് എന്നാണ്. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് ബി എച്ച് റൈസ് ടു പി ഈക്വൽ ടു ഇ എച്ച് എന്ന് വെച്ചാൽ സിംപ്ലി നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് എന്ന് എഴുതാം. ഓക്കെ, ഇനി ബി എച്ച് റൈസ് ടു പിയെ നമുക്ക് എങ്ങനെ എഴുതാം? ബി എച്ച് റൈസ് ടു പി എന്ന് വെച്ചാൽ ഇപ്പം ബി എച്ച് ദ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? ബി എച്ച് ഇൻറ്റു ബി എച്ച് ഇൻറ്റു ബി എച്ച് എന്നാണ്. ബി എച്ച് റൈസ് ടു പി എന്ന് വെച്ചാൽ പി ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. ബി എച്ച് ഇൻറ്റു ബി എച്ച് ഇൻറ്റു ബി എച്ച് ഇൻറ്റു എക്സെട്ര പി ടൈംസ്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ കോസെറ്റിൻ്റെ ഫാക്ടർ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ എ എച്ച് ഇൻറ്റു ബി എച്ച് എന്ന് വെച്ചാൽ എന്താണ്? എ ബി ഇൻറ്റു എച്ച് എന്നാണ്. എ എച്ച് ഇൻറ്റു ബി എച്ച് ഇൻറ്റു സി എച്ച് എന്ന് വെച്ചാൽ എന്താണ്? എ ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു എച്ച് എന്നാണ്. അന്നേരം അതിവിടെ അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് എ എച്ച് ഇൻറ്റു ബി എച്ച് ഇൻറ്റു സി എച്ച് ഇൻറ്റു എക്സെട്ര എന്താ എഴുതാൻ മതി? ഈ സ്മോൾ ലെറ്റേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു എച്ച് എന്ന് എഴുതിയാൽ മതി. അത് ബി ഇൻറ്റു ബി ഇൻറ്റു ബി ഇൻറ്റു എക്സെട്ര ബി ഇൻറ്റു എച്ച്. ക്ലിയർ ആണല്ലോ. ബി എന്ന് വെച്ചാൽ എത്ര ടൈംസ് ഉണ്ട്? കാര്യം ഇത് മൊത്തം പി ടൈംസാണ്. അന്നേരം ബി പി ടൈംസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അന്നേരം ബി പി ടൈംസ് ആണെങ്കിൽ അതിനെ ബി റൈസ് ടു പി എന്ന് എഴുതാമല്ലോ. ഓക്കെ, ബി റൈസ് ടു പി ഇൻറ്റു എച്ച് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എച്ച്. ഓക്കെ ആണല്ലോ. ബി ഗ്രൂപ്പിൽ എലമെൻ്റാണ്, അതൊരു നോൺ ഐഡൻറ്റിറ്റി എലമെൻ്റാണ്. അങ്ങനെയെങ്കിൽ ബിയുടെ പവറിൽ ഏതൊരു പോസിറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാലും അത് ഗ്രൂപ്പിൽ എലമെൻ്റ് ആയിരിക്കും. ബി റൈസ് ടു പി എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റാണ്? ഗ്രൂപ്പിൽ എലമെൻ്റാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അന്നേരം ബി റൈസ് ടു പി ഇൻറ്റു എച്ച് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടി. ബി റൈസ് ടു പി ഗ്രൂപ്പിൽ എലമെൻ്റാണ്. അതുകൂടാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ എലമെൻ്റാണ്. എച്ചും എച്ചും സെയിം ആണെങ്കിൽ ഈ എ മസ്റ്റായിട്ടും എവിടുത്തെയും എലമെൻ്റ് ആയിരിക്കും? എച്ചിലെയും എലമെൻ്റ് ആയിരിക്കും. ഇതാ ബി റൈസ് ടു പി ഗ്രൂപ്പിൽ എലമെൻ്റാണ്. ബി റൈസ് ടു പി ഇൻറ്റു എച്ച് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടി. അങ്ങനെ ഈ ബി റൈസ് ടു പി എന്ന് പറയുന്നത് എവിടുത്തെയും എലമെൻ്റ് ആയിരിക്കും? എച്ചിലെയും എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അന്നേരം ബി റൈസ് ടു പി എച്ചിൽ എലമെൻ്റ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. കൺക്ലൂഷനിലോട്ട് എത്താൻ പോകുന്നു. ഒരു 2 സബ് കേസും കൂടെ ആകുമ്പോഴത്തേക്ക് കാര്യം ക്ലിയറായി. അന്നേരം നമുക്ക് ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തോണം. അതായത് ഗ്രൂപ്പിൽ പ്രൈം ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഗ്രൂപ്പിൽ പ്രൈം ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്തി. നമുക്ക് വേണ്ടത് പി ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്ന് കണ്ടെത്തുക എന്നായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ ഇത്രയും ചെയ്തു വന്നത്. ഓക്കെ, അന്നേരം നമുക്കിപ്പം ബി റൈസ് ടു പി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, അത് എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിലുള്ള ഒരു എലമെൻ്റ് ആണെന്ന് കിട്ടി. അത് ഗ്രൂപ്പിലെ എലമെൻ്റാണ്, അതുകൂടാതെ സബ് ഗ്രൂപ്പിലെ എലമെൻ്റാണ് എന്ന് നമുക്ക് കിട്ടി. അതുപയോഗിച്ച് നമുക്ക് ഗ്രൂപ്പിൽ പി എന്ന് പറയുന്ന ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ കിട്ടും. 2 കേസാക്കുന്നു സബ് കേസ്. ഇപ്പം ബി റൈസ് ടു പി എച്ചിൽ എലമെൻ്റാണ്. ഈ ഒരു സബ് ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിനെ നമുക്ക് 2 കാറ്റഗറി ആക്കാം. സബ് ഗ്രൂപ്പിൽ ഒരു എലമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റ് ഒന്നുകിൽ ഐഡൻറ്റിറ്റി ആകാം, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ആകാതിരിക്കാം. അതാണല്ലോ സിമ്പിളായിട്ട് 2 കാറ്റഗറി ആക്കുക എന്ന് പറഞ്ഞാൽ. അതിലൂടെ ബി റൈസ് ടു ബി എച്ചിൽ എലമെൻ്റ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ബി റൈസ് ടു ബി ഒന്നുകിൽ ഐഡൻറ്റിറ്റി ആകാം, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ആകാതിരിക്കാം. ഓക്കെ, ഫസ്റ്റ് ബി റൈസ് ടു ബി ഐഡൻറ്റിറ്റി ആണെന്ന് എടുക്കുന്നു. ബി റൈസ് ടു പി ഐഡൻറ്റിറ്റി ആണെങ്കിൽ ബിയുടെ ഓർഡർ മസ്റ്റായിട്ടും പി ആയിരിക്കും. എന്താ കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു നമ്പർ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആണെങ്കിൽ അതിൽ നമുക്ക് ഓർഡർ ഓഫ് എയുടെ ഓർഡർ എൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, ഉറപ്പിക്കാൻ പറ്റില്ല. കാര്യം n പ്രൈം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പിക്കാൻ നമുക്ക് പറ്റില്ല. n പ്രൈം ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പറയാം ഓർഡർ ഓഫ് എ n തന്നെയാണ്. ഓക്കെ, പ്രൈം അല്ലെങ്കിൽ ഓർഡർ ഓഫ് എ n ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എയുടെ പവറിൽ n-നേക്കാൾ ചെറിയ ഏതെങ്കിലും നമ്പറിന് ഇ കിട്ടിയാൽ ആ കെ ആയിരിക്കും എയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് ഏറ്റവും ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറിന് ഐഡൻറ്റിറ്റി, എയുടെ പവറിൽ ഏത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറിനാണോ ഐഡൻറ്റിറ്റി കിട്ടുന്നത് ആ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറാണ് എയുടെ ഓർഡർ. ഇതാണ് ഡെഫിനിഷൻ. അതുകൊണ്ട് എ റൈസ് ടു n ഇ കിട്ടിയതുകൊണ്ട് n ഓർഡർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എയുടെ. ഓക്കെ, അത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ ആ n ഒരു പ്രൈം ആണെങ്കിൽ എ റൈസ് ടു പി ആണ് ഇ കിട്ടുന്നതെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് പറയാം എയുടെ ഓർഡർ എന്ത് തന്നെയാണ്? പി തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞു.
പക്ഷേ ഇവിടുന്ന് തന്നെ പറയാം. ഇപ്പോൾ എ റൈസ് ടു പി ഈക്വൽ ടു ഇ ആണെങ്കിൽ പി പ്രൈമാണ്. അങ്ങനെ എ റൈസ് ടു പി ഈക്വൽ ടു ഇ ആണെങ്കിൽ എയുടെ ഓർഡർ മസ്റ്റായിട്ട് എന്തായിരിക്കും? പി ആയിരിക്കും. ഓക്കെ, അവിടെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. എ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഐഡൻറ്റിറ്റി ആകാൻ പാടില്ല. കാര്യം ഐഡൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. കാര്യം ഐഡൻറ്റിറ്റിയുടെ ഓർഡർ 1. ഓക്കെ, അതുകൊണ്ട് ഐഡൻറ്റിറ്റി ആകാൻ പാടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം. അന്നേരം ഇവിടെ ആ റിസൾട്ടാണ് ഞാൻ പറയാൻ വന്നത്. ബി റൈസ് ടു പി ഇ ആണെങ്കിൽ ബിയുടെ ഓർഡർ മസ്റ്റായിട്ടും പി ആയിരിക്കും. കാര്യം ഇവിടെ ബി എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി അല്ല എന്ന് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ ഓർത്തിരുന്നോണം. അത് നമുക്ക് ആവശ്യമുണ്ട് പിന്നീട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, അന്നേരം ബി ഐഡൻറ്റിറ്റി അല്ലാത്തതുകൊണ്ടും ബിയുടെ പവർ ഒരു പ്രൈം നമ്പറിൽ ബിയുടെ പവറിൻ്റെ ഒരു പ്രൈം നമ്പർ വന്നപ്പോൾ ഐഡൻറ്റിറ്റി കിട്ടിയത് കൊണ്ടും ബിയുടെ ഓർഡർ മസ്റ്റായിട്ടും പി ആയിരിക്കും. ഓക്കെ, റീസൺ പി പ്രൈം ആയതുകൊണ്ടാണ്. പി ജിയിൽ എലമെൻ്റാണ്, അത് നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, അന്നേരം ബി റൈസ് ടു പി ഇ ആണെങ്കിൽ മസ്റ്റായിട്ട് നമുക്കിപ്പോൾ എന്തോ കിട്ടി? ഈ ബി എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ എലമെൻ്റ് അല്ലേടെ, അതിൻ്റെ ഓർഡർ ഇപ്പോൾ എന്തോ കിട്ടി? പി കിട്ടി. നമുക്ക് തെളിയിക്കാനുള്ളത് പി എന്ന് പറയുന്ന ഓർഡർ, പി എന്ന് പറയുന്ന പ്രൈം നമ്പർ ഓർഡർ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ടെന്ന് തെളിയിക്കണമായിരുന്നു. അന്നേരം എന്താ ഇവിടെ കിട്ടി? പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ഓർഡർ ആയിട്ടുള്ള ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഗ്രൂപ്പിലുണ്ടെന്ന് കിട്ടി. ക്ലിയർ ആണോ? അന്നേരം ബി റൈസ് ടു പി ഇ ആണെങ്കിലാണ് ഇത് സംഭവിക്കുന്നത്. ഇനി ബി റൈസ് ടു പി ഇ അല്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് തെളിയിക്കണം, എന്നാലേ പ്രൂഫ് കംപ്ലീറ്റ് ആവും. കാര്യം ഒരു കേസിൽ മാത്രം തെളിയിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഇനി ബി റൈസ് ടു പി ഐഡൻറ്റിറ്റി അല്ലെന്ന് വിചാരിക്കും. ബി റൈസ് ടു പി ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ, ഇപ്പോൾ ബി റൈസ് ടു പി നോൺ ഐഡൻറ്റിറ്റി ആണെങ്കിൽ നോൺ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് പോസിറ്റീവായിട്ടുള്ളൊരു ഓർഡർ ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ഏതൊരു ഐഡൻറ്റിറ്റിയുടെ ഓർഡർ 1 ആണെന്ന് നമുക്കറിയാം. ഐഡൻറ്റിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 1 അല്ലാത്ത ഏതെങ്കിലും ഒരു നമ്പറായിരിക്കും. ഓക്കെ, അന്നേരം ഞാൻ ബി റൈസ് ടു പിയുടെ ഓർഡർ 1 അല്ലാത്തൊരു നമ്പർ, അതായത് എസ് എന്ന് ഞാൻ വിളിച്ചു. ഒരു പോസിറ്റീവ് നമ്പറാണെന്ന് എടുത്തു. ഓക്കെ, ബി റൈസ് ടു പിയുടെ ഓർഡർ എസ് എന്ന് കിട്ടി. ബി റൈസ് ടു പിയുടെ ഓർഡർ എസ് ആണെങ്കിൽ ഒരു നമ്പറിൻ്റെ ഓർഡർ എൻ ആണെങ്കിൽ ആ നമ്പർ റൈസ് ടു എൻ എന്ന് പറയുന്നത് ഇ ആയിരിക്കും. അത് തന്നെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ബി റൈസ് ടു പിയുടെ ഓർഡർ എസ് ആണെങ്കിൽ ഈ നമ്പർ റൈസ് ടു എസ് എന്ന് പറയുന്നത് ഇ ആയിരിക്കും. അത് ബി റൈസ് ടു പി ദ ഹോൾ റൈസ് ടു എസ് എന്ന് വെച്ചാൽ ഇ ആയിരിക്കും. ഓൾറെഡി നമുക്കറിയാം എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നതും എ റൈസ് ടു എൻ ദ ഹോൾ റൈസ് ടു എം എന്ന് പറയുന്നതും സെയിം ആണ്. ശരിയല്ലേ? അതിവിടെ അപ്ലൈ ചെയ്യുന്നു. ബി റൈസ് ടു എസ് ദ ഹോൾ റൈസ് ടു പി എന്ന് അപ്ലൈ ചെയ്തു. ബി റൈസ് ടു പി ദ ഹോൾ റൈസ് ടു എസിന് വിച്ച് ഈസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടി. ഓക്കെ, ബി എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ എലമെൻ്റാണ്. ഓക്കെ, എസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പറാണ്, ഇസഡ് പ്ലസ് എലമെൻറ്റാണ്. അങ്ങനെ ബിയുടെ പവറിൽ ഏതൊരു ഇൻറ്റിജർ വന്നു കഴിഞ്ഞാലും അത് ഗ്രൂപ്പിൽ എലമെൻ്റ് ആയിരിക്കും. കാര്യം ബി ഗ്രൂപ്പിൽ എലമെൻറ്റാണ്. ഗ്രൂപ്പിൽ എലമെൻ്റെ പവറിൽ ഏതൊരു ഇൻറ്റിജർ വന്നാലും അത് ഗ്രൂപ്പിൽ എലമെൻ്റ് ആയിരിക്കും. അങ്ങനെ ബി റൈസ് ടു എസും ഗ്രൂപ്പിൽ എലമെൻ്റാണ്. ഈ ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ പവറിലൊരു പ്രൈം വന്നപ്പോൾ ഇ കിട്ടി. ഒരു ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ പവറിൽ പ്രൈം വരുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടിയാൽ ആ എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആ പ്രൈം നമ്പർ ആയിരിക്കും. ഓക്കെ, അതിലൂടെ ബി റൈസ് ടു എസിൻ്റെ പവറിൽ പി വന്നപ്പോൾ ഇ കിട്ടി. സോ ബി റൈസ് ടു എസിൻ്റെ ഓർഡർ എന്താണ്? പി ആണ്. പി പ്രൈമാണ്. ബി റൈസ് ടു എസ് ജിയിൽ എലമെൻ്റാണ്. അതായത് ഇപ്പം നമുക്ക് എന്തോ കിട്ടി? ബി റൈസ് ടു പി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എച്ചിലുണ്ട്, സബ് ഗ്രൂപ്പിലുണ്ട്. ആ സബ് ഗ്രൂപ്പിലായ എലമെൻറ്റ് ഐഡൻറ്റിറ്റി ആയാലും ഗ്രൂപ്പിൽ പി ഓർഡറുള്ള പ്രൈം നമ്പർ പി എന്ന് പറയുന്ന പ്രൈം നമ്പർ ഓർഡറായിട്ട് വരുന്ന ഒരു എലമെൻറ്റ് ഗ്രൂപ്പിനുണ്ടെന്ന് കിട്ടി. അതുപോലെ തന്നെ ബി റൈസ് ടു പി ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പോലും നമുക്ക് എന്തോ കിട്ടി? പ്രൈം ഓർഡറുള്ള ഒരു എലമെൻറ്റ് ഗ്രൂപ്പിലുണ്ട് എന്ന് കിട്ടി. ജി ഹാസ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ പി, ഹെൻസ് ദ തിയറം. ഇതാണ് സംഗതി. ക്ലിയർ ആണല്ലോ? കാര്യം മനസ്സിലായല്ലോ? അന്നേരം വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രൂഫ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള പ്രൂഫല്ല. നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ തന്നെ സ്വന്തമായിട്ട് എഴുതാവുന്ന പ്രൂഫാണ്. അത്ര പെട്ടെന്ന് മറന്നു പോകുന്നൊരു പ്രൂഫല്ല. പക്ഷേ ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷനിലൂടെ പോയാൽ എൻ്റെ പ്രൂഫിൽ കറക്റ്റ് എത്താൻ പറ്റത്തുള്ളൂ. ഒരുപാട് പഴയ കാര്യങ്ങൾ റിസൾട്ടുകൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. അന്നേരം പെട്ടെന്ന് ഈ ഒരു പ്രൂഫ് പഠിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നടക്കില്ല. കാര്യം പ്രീവിയസ് നോളജ് ഉള്ളവർക്ക് ഈ പ്രൂഫ് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അന്നേരം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളായിരുന്നു. ജി എന്ന് പറയുന്ന ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. അതിൻ്റെ ഓർഡർ എൻ ആണ്. ആ എൻ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ ആ പ്രൈം നമ്പർ ഓർഡർ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് മസ്റ്റായിട്ട് ഗ്രൂപ്പിനുണ്ടായിരിക്കും. ഇതാണ് ഈ പ്രൂഫ് പറയുന്നത്. ക്ലിയർ ആണല്ലോ?
ഓക്കെ ആണല്ലോ. അന്നേരം കാര്യം നന്നായിട്ട് മനസ്സിലാക്കി ഒന്ന് എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.